എന്നിട്ടും അയാളെ സംരക്ഷിക്കുന്നത് ആരാണ്? ഇനി ആ കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി അയാൾ പുറത്തിറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റീൽസ് ആണ്. ജെ.കെ. മാർക്കോ സിനിമയേക്കാൾ കേരളത്തിൽ അതിവ്യാപകമായി പ്രചരിക്കുന്നത് ഈ റൌഡികളുടെ ഇല്ലെങ്കിൽ ഈ പെരും ഗുണ്ടകളുടെ റീൽസ് ആണ്. 30 സെക്കൻഡ് റീൽസ്. ഈ ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആ പരനാറി അവൻ ഈ കേരളത്തിൽ റീൽസ് എടുത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യുന്നത് ജയ്ക്ക് ഇപ്പോൾ ഇത്രയും നേരം പാടി പുകഴ്ത്തിയ ഡിവൈഎഫ്ഐക്കാരാണ്. അതേ ചങ്ക് സഖാവ് എന്ന് പറഞ്ഞ് ആ റീൽസിന് തമ്പിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇനി അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഒരു MLA അതെ, അത് നല്ല മികച്ച ഒരു വാദമാണ്, ചർച്ച ചെയ്യേണ്ട വാദമാണ്. അതുകൊണ്ട് ആ വാദത്തിന് ഉപോത്ബലകമാകുന്ന 2-3-4 കാര്യങ്ങൾ ഞാനിവിടെ അങ്ങോട്ട് പറയാം. അപ്പൊ യൂത്ത് കോൺഗ്രസ് നേതാവും ആങ്കർക്കറിയാമെങ്കിൽ ആങ്കറും എന്തായിരുന്നു ഈ സംരക്ഷണം നൽകുന്ന ക്രിമിനൽ വാസനയ്ക്ക് കൈപിടിച്ചാനയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം പിന്തുണ കൊടുത്ത കോൺഗ്രസ് അനുഭവങ്ങളിൽ എന്തൊക്കെയായിരുന്നു പ്രതിവിധി ഉണ്ടായിരുന്നത് എന്ന് അറിയാവുന്നെങ്കിൽ ആങ്കറും, അറിയില്ല എങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ അട്ടിപ്പേറവകാശം ഏറ്റെടുത്ത് വന്നിരിക്കുന്ന ഈ ചർച്ചയിലെ മാന്യനായ പ്രതിനിധിയും മറുപടി പറയണം. ആ യൂത്ത് കോൺഗ്രസ് നേതാവെ അങ്ങനെയൊന്ന് മറുപടി പറഞ്ഞു നൽകുവോ? എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഏഴയലത്ത് കയറാൻ അവകാശമില്ലാത്ത ഒരുത്തൻ എഞ്ചിനീയറിംഗ് കോളേജിനകത്ത് കയറി പേന കത്തി കൊണ്ട് മിടുമിടുക്കനായി എൻട്രൻസ് എഴുതി എഞ്ചിനീയറിംഗ് കോളേജിനുള്ളിൽ പ്രവേശനം ലഭിച്ച ഒരു വിദ്യാർത്ഥിയെ ഒറ്റക്കുത്തിന് കുത്തിക്കൊന്നു. ആ കുത്തിക്കൊന്ന കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖില ലോക മാന്യൻ, അദ്ദേഹം ഒരു അശ്ലീലമാണ് ഉപയോഗിച്ചത്, ആ അശ്ലീലം ഞാൻ പറയുന്നില്ല, ആങ്കർ തടഞ്ഞുമില്ല. ഒറ്റക്കുത്തിന് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറി ഒരു വിദ്യാർത്ഥിയെ കുത്തിക്കൊള്ളുന്ന യൂത്ത് കോൺഗ്രസിന്റെ അഖില ലോക മാന്യനെ കുറിച്ച് കേരളത്തിലെ KPCC പ്രസിഡന്റ് ഏതെങ്കിലും മണ്ഡലം സെക്രട്ടറിയോ മണ്ഡലം ഭാരവാഹിയോ വല്ലതും പറയുവാണെങ്കിൽ പോട്ടെന്ന് വെക്കാം. കേരളത്തിലെ KPCC പ്രസിഡന്റ് പറഞ്ഞ എന്താ? ഞങ്ങളുടെ കുട്ടികളാണ്. ഏതാ? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല, ഒറ്റക്കുത്തിന് മിടുക്കനായ ഒരു വിദ്യാർത്ഥി ധീരജ് രാജേന്ദ്രനെ കൊന്നുകളഞ്ഞ കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ അഖില ലോക മാന്യനെ കുറിച്ച് കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉന്നതനായ നേതാക്കന്മാർ, ഈ പ്രതിപക്ഷ നേതാവടക്കം പറഞ്ഞതാ ഞങ്ങളുടെ കുട്ടികൾ. ആങ്കറുടെ അഭിപ്രായം എന്താ? ഒറ്റക്കുത്തിന് കോളേജ് ക്യാമ്പസിനുള്ളിൽ കയറി വിദ്യാർത്ഥിയെ കൊന്നുകളയുന്ന ഗുണ്ടയെ ഞങ്ങളുടെ കുട്ടികൾ എന്ന് പറഞ്ഞത് അക്രമത്തെ തള്ളിപ്പറയലാണോ, അക്രമത്തെ ഏറ്റുവാങ്ങുന്നതാണോ? അത് നൽകുന്ന സന്ദേശം എന്താ? നിങ്ങൾ ഏത് ഗുണ്ടയാണെങ്കിലും ശരി, ഏത് തെമ്മാടിയാണെങ്കിലും ശരി, ഒറ്റക്കുത്തിന് നിഷ്കളങ്കനായ ഒരാളെ കൊന്നുകളയാൻ കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിലേക്ക് സ്വാഗതം. ഞങ്ങൾ കേസ് നടത്തും, ഞങ്ങൾ പണം പിരിക്കും, ഞങ്ങൾ പിന്തുണ നൽകും. എന്നിട്ടോ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രതിനിധി ഭരണകാലങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. 2014 ഏത് ആദർശതീയനാണ് കേരളത്തിൽ ഭരണം നയിച്ചിരുന്നത്? ആരായിരുന്നു കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി? കോൺഗ്രസ് ഓഫീസിൽ മുറ്റമടിക്കാൻ വന്ന സ്ത്രീ, ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടി കൊന്നുകളഞ്ഞില്ലേ? എന്ത് ചെയ്തു? മറുപടി പറഞ്ഞാൽ മതി. യൂത്ത് കോൺഗ്രസ് നേതാവ് സ്വന്തം പാർട്ടി ആഫീസ് അടിച്ചു മാറാൻ വന്ന നിലമ്പൂരിലെ രാധയെ നിങ്ങളുടെ മന്ത്രിസഭയുടെ കാലയളവിൽ, നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയുടെ കാലയളവിൽ കൊന്നുകളഞ്ഞ് ബലാത്സംഗം ചെയ്ത് ചാക്കിൽ കെട്ടിത്തൂക്കി കുളത്തിലിട്ട കോൺഗ്രസ് നേതാക്കന്മാരെ എന്തു ചെയ്തു കോൺഗ്രസ്? ഒന്ന് മറുപടി പറഞ്ഞാട്ടെ. എങ്ങനെയാണ് അക്രമ സംഭവത്തെ തള്ളിപ്പറഞ്ഞത്? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി, ആങ്കർക്ക് അറിയില്ല, കാരണം എന്താണ്? സംഘടന യൂത്ത് കോൺഗ്രസ് ആണ്. അറിയാമെങ്കിൽ പറഞ്ഞു. സമീപത്ത് മാസങ്ങൾക്ക് പുറകിൽ ഒരു സ്ത്രീയെ അവരുടെ സ്വർണം മോഷ്ടിച്ച് അവരെ വീടിന്റെ മുന്നിൽ കൊന്നു കുടിച്ചുമൂടി. എന്നിട്ട് എന്ത് ചെയ്തു? കോൺഗ്രസ് ആ കേസിലെ പ്രതികളെ കണ്ടെത്താൻ പോലീസ് നടപടിക്കെതിരെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രഖ്യാപിച്ചു. മാർച്ച് പ്രഖ്യാപിച്ച ദിവസം യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി അറസ്റ്റിൽ. എന്താ യൂത്ത് കോൺഗ്രസ് നേതാവെ ചെയ്തു കളഞ്ഞത്? സ്വർണം മോഷ്ടിച്ച് ഒരു സ്ത്രീയെ അവരുടെ വീടിന്റെ മുന്നിൽ കൊന്നു കുഴിച്ചു മൂടിയിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് പരാജയമാണ് എന്ന് പറഞ്ഞ് മാർച്ചിൽ ഒരുമ്പെട്ടു. ആ ദിവസം പോലീസ് പിടികൂടി. യൂത്ത് കോൺഗ്രസ് എടുത്ത നടപടി എന്താണ്? കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറി സ്വന്തം കുടുംബത്തിലെ കുട്ടിയെ പോക്സോ കേസിൽ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു, റിമാൻഡിലായി. എന്ത് ചെയ്തു യൂത്ത് കോൺഗ്രസ്? അക്രമ സംഭവത്തെ പ്രോത്സാഹിപ്പിച്ചോ? അതോ കരുനാഗപ്പള്ളി മണ്ഡലം സെക്രട്ടറിക്കെതിരെ നടപടിയെടുത്തോ? ഇതൊന്നും പോരാഞ്ഞിട്ടോ നമ്മുടെ വയനാട്ടിൽ ND അപ്പച്ചൻ എന്ന് പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകൻ മാനസിക അസ്വാസ്ഥ്യമുള്ള ആളായിരുന്നു. വിഷം കലക്കി മകന് ചോറ് കൊടുത്ത് ആ മകൻ മരിച്ചു. തനിയാവർത്തന സിനിമയെ പോലെ ആ വാർദ്ധക്യത്തിലെത്തിയ പിതാവ് കോൺഗ്രസുകാരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യക്കുറിപ്പ് എന്താ? നമ്മുടെ എല്ലാവരുടെയും കൺമുമ്പിലുണ്ട്. അന്തസ്സുള്ള കോൺഗ്രസുകാരൻ അയാൾ എഴുതി വെച്ചു, എന്റെ ആത്മഹത്യക്ക് കാരണം ഇവരുടെ DCC പ്രസിഡന്റ് അപ്പച്ചനും അതോടൊപ്പം നമ്മുടെ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ മുൻ DCC പ്രസിഡന്റായ MLA യുമാണെന്ന്. എന്ത് ചെയ്തു? ആക്രമണത്തിന് പ്രോത്സാഹനം കൊടുത്തോ? അതോ